ഹലോ മലയാളി മക്കളെ, വണക്കം. ഇന്ന് വീണ്ടും എക്സ് കണ്ടസ്റ്റൻസ് എല്ലാം എൻട്രി ചെയ്യുകയാണ് കേട്ടോ. ഈ ആഴ്ചയും കൂടി അല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരും എൻട്രി ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ഓരോരുത്തരായിട്ടാണ് കേട്ടോ എൻട്രി ചെയ്തേക്കുന്നത്. ഇന്ന് തന്നെ 5 പേര് എൻട്രി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ആർഗ്യുമെൻറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. PR വർക്കിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ രവീന്ദ്രനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. സുനിതയും സൗന്ദര്യയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. വിശാലും ദർശയും തമ്മിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. ഇസ്ലാമ PR വർക്കിനെ പറ്റി സൗന്ദര്യ റിയയോട് സംസാരിക്കുകയാണ് ഇന്നലെ രാത്രിയിൽ കേട്ടോ. അതായത് കുടുംബത്തെയൊക്കെ അവർ വലിച്ചിടുക എന്ന് വെച്ചാൽ അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങളെ വന്നിട്ട് ബ്രെയിൻ വാഷ് ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിയ ചോദിക്കുകയാണ്, എന്താ നീ അങ്ങനെയാണ് ഓർക്കുന്നേ? അതായത് PR വർക്ക്സ് നീ എന്തെങ്കിലും ഒരു കാര്യം കാണിക്കുന്നു, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, അത് അവർ പ്രൊമോട്ട് ചെയ്യുന്നു. അത് കാരണം കൊണ്ടാണ് നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴേ ഔട്ടായി പോകണേ. PR വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഔട്ടായി പോകും. നീ എന്തോ കാണിക്കുന്നുണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് നിൽക്കുന്നത്. അത് മാത്രം ഓർത്തിട്ട് കളിച്ചോളുക എന്ന് റിയ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരും കൂടെ ലിവിങ് ഏരിയയിൽ ഇരിക്കുകയാണ്. ബിഗ് ബോസ് പറയാണ്, ഇതുവരെ സർപ്രൈസുകളൊന്നും തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് കേട്ടോ. അപ്പം റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വന്നവരില്ലേ, അവരുടെ ആ മത്സരം എങ്ങനെയുണ്ടായിരുന്നു, അവരെന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടിയത്, അവർ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയായിരുന്നു. അപ്പോൾ അവരവരുടെ ഭാഗങ്ങൾ പറയണം. ഞാൻ ഇന്ന കാര്യത്തിലാണ് വന്നത്, എന്നെക്കൊണ്ട് കുറച്ച് പേരെയൊക്കെ ഞാൻ ടാർഗറ്റ് ചെയ്ത് വന്ന കുറച്ച് പേഴ്സൺസ് ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ, ചുറ്റി നടക്കുന്ന കാര്യങ്ങൾ, ഇൻഫർമേഷനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ളവരെ ഞാനൊന്ന് സൈഡാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഗെയിം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റിയ വന്നിട്ട് ഞാൻ ഓർഗാനിക്കായിട്ട് കളിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സുനിത പറയണേ, അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അൺഓർഗാനിക്കായിട്ടാണോ കളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യം ഏറ്റുപിടിക്കുന്നുണ്ട്. അപ്പം ഉടനെ PR വർക്കിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻ്റ് ആണ്. നിങ്ങളൊന്നും കളിച്ചിട്ടില്ല, നീ ഇങ്ങനെ തലയാട്ടിയേ കളിച്ചിട്ടുള്ളൂ, നീ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ, ഒന്നും ചെയ്യാതെ എന്നെ ഇത്രയും നാളും മനുഷ്യന്മാർ ഇവിടെ നിർത്തത്തില്ല, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കൊണ്ട് മാത്രമായിരിക്കുമല്ലോ ഇപ്പോഴും. അതാ പറയുന്നത്, അവർ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് മറ്റുള്ളവർ. സുനിതയ്ക്ക് എന്താണെന്നറിയാവോ, സുനിത ആദ്യം ഉണ്ടായിരുന്നപ്പം സൗന്ദര്യം ഒത്തിരി ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ സുനിതയ്ക്ക് വെളിയിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് വെളിയിൽ ചെന്നപ്പോഴാണ് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതാണ്. ബാക്കി ആരോടും സുനിതയ്ക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ എല്ലാവർക്കും PR വർക്ക് ഉണ്ട്. അത് ആരും മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഉണ്ട്. സുനിത തന്നെ അതായത് മുൻപ് ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ആഴ്ചയിൽ എലിമിനേഷനിലുണ്ട്, എന്നെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് സുനിത ബിഗ് ബോസിൽ ചെന്നിട്ട് ഏതാഴ്ചയാണോ ഈ വീക്കിലാണോ എലിമിനേഷനിലുള്ളത്, എവിക്ഷനിലുള്ളത്, അപ്പോൾ ഉടനെ അവരുടെ PR വർക്ക് ആ വീഡിയോ എടുത്തിടും. അതാണ്. അപ്പോൾ അതൊരു PR വർക്കല്ലേ സുനിത? എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും PR വർക്ക്സ് ഉണ്ട്, ഇല്ലാതെ നമ്മൾ ബിഗ് ബോസിലേക്കാണ് പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും ഓൾറെഡി അറിയാം. ഒന്നില്ലെങ്കിലും ഉണ്ടാവും, എവിടെയെങ്കിലും സ്വയമാണെങ്കിലും ഉണ്ടാവും. ചിലവർ ഏൽപ്പിച്ചിട്ട് പോകും. നമ്മൾ എന്നാണെങ്കിലും നമ്മുടെ അക്കൗണ്ടൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കും അല്ലേ. ഒന്നെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനി, ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ളവർ നമ്മുടെ അക്കൗണ്ട്സ്, അതായത് ഫേസ്ബുക്ക്, അതേപോലെ ഇൻസ്റ്റാഗ്രാം, അങ്ങനത്തെ ഉള്ളത് നമ്മൾ ഏൽപ്പിച്ചിട്ടാവും പോവുക. അപ്പോൾ അവരത് പ്രൊമോട്ട് ചെയ്യില്ല കുട്ടി. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രം, അതിനാണ് PR വർക്ക്സ് എന്ന് പറയുന്നത്. അത് ചിലവർ കമ്പനിയെ ഏൽപ്പിക്കും, പൈസ ഉള്ളവരാണെങ്കിൽ ഒരു കമ്പനിയൊക്കെ ഏൽപ്പിക്കും, അവരെന്നിട്ട് പ്രൊമോട്ട് ചെയ്യും. അവർ അല്ലാത്തവരൊക്കെ ഫാമിലി ഏൽപ്പിച്ചിട്ട് പോകുന്നത്. എത്ര പേര് ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്, അത് മനസ്സിലാക്കാതെ കളിക്കരുത്. നമ്മൾ എല്ലാത്തിലും PR വർക്ക് ഉണ്ട്, എന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെങ്കിൽ മാത്രമേ അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നീട് വന്നിട്ട് നമ്മുടെ ടോപ്പ് 8 ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ, ഇവരുടെ ഗെയിം വന്നിട്ട് വലിയ മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, ഇവർ തകർക്കാൻ ശ്രമിച്ചെങ്കിൽ ഞങ്ങൾ തകർന്നില്ലെന്ന് പറഞ്ഞത്. പക്ഷേ സൗന്ദര്യം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതായത് ഒന്നും ചെയ്യാതെയാണ് ഇത്രയും നാൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്, നമ്മൾ വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒറിജിനലായിട്ട് കളിച്ചവരൊക്കെ വെറും ഒന്നുമല്ല എന്നുള്ള ഒരു മാനിപ്പുലേഷൻ ഇവർ കൊണ്ടുവരികയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് തന്നെ പറയുകയാണ്, ആരുടെയും ഗെയിം ഇവർക്ക് ചേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ബിഗ് ബോസിന് തെളിഞ്ഞിരിക്കുന്നു, അതാണ് റീപ്ലേസ്മെൻറ്റ് നടക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ പാട്ട് വരികയാണ്. തർഷികയുടെ എൻട്രി, ഫസ്റ്റ് കണ്ടസ്റ്റൻ്റ് എത്തുകയാണ് കേട്ടോ. അതായത് ചാലഞ്ചേഴ്സ് അല്ലാതെ ഫസ്റ്റ് കണ്ടസ്റ്റൻ്റ് എത്തുകയാണ്, എക്സ് കണ്ടസ്റ്റൻ്റ്. എന്നിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നത്. പക്ഷേ വിശാലിനും അത് കൈ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഫാമിലിയെ പറ്റി ദർശികയും പവിത്രയും കൂടെ സംസാരിക്കാം. അതായത് ഇവിടെ നടന്ന ഈ ഇഷ്യൂസിൻ്റെ പേരിൽ എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ എന്നോട് കുറേ നാൾ മിണ്ടുന്നില്ലായിരുന്നു,
അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇതായിരുന്നു. നീ പറയുമ്പോൾ അവനോട് അങ്ങനെ ഇടപെടരുതെന്ന് പറയുമ്പോൾ ഞാൻ അതിനെ അനുസരിച്ചില്ല, അത് കേൾക്കണമായിരുന്നു, ഫ്രണ്ടായ നിലയിൽ ഞാൻ കേൾക്കണമെന്ന് കേട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സാരില്ല പോട്ടെ എന്നൊക്കെ നമ്മുടെ പവിത്രയും പറയുന്നുണ്ട്. പിന്നീട് വന്നിട്ട് നമ്മുടെ ജഫ്രിയും സത്യയും കൂടെ എൻട്രി ചെയ്യുകയാണ്, ഒന്നിച്ചാണ് കേട്ടോ എൻട്രി ചെയ്യുന്നത്. ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ അർണവിന് വേണ്ടിയുള്ള പണിയായിട്ടാണ് ഇവർ രണ്ടുപേരും എത്തിയിരിക്കുന്നത്. അപ്പം വന്ന ഉടനെ തന്നെ അതായത് ഇവർ വന്നപ്പം അൻഷിത ആയിരിക്കുമെന്ന് വിശാലിൻ്റെ അടുക്കെ നമ്മുടെ അർണവ് പറയണം. അപ്പോഴത്തേക്ക് അൻഷിത ഇയാൾക്ക് നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അർണവും വിശാലും കൂടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നീ ഇതിന് എൻ്റെ പേര് വലിച്ചഴക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വിശാലും അതല്ല നിനക്ക് ആശ്വാസം കിട്ടണ്ടേ എന്നൊക്കെ അർണവും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ലിവിങ് ഏരിയ വരുന്നുണ്ട്. എന്നിട്ട് അതായത് ഒരുമാതിരി പെണ്ണുങ്ങളെ തൊടുന്നതെന്നൊക്കെ ജെഫ്രിയുടെ മേലൊരു കമൻറ്റ് നമ്മുടെ അർണവ് വെച്ചിട്ടുണ്ടായിരുന്നു ജെഫ്രിയെ പറ്റിയിട്ട്. അതേപോലെ ഷർട്ട് ഇങ്ങനെ തുറന്നിട്ടിട്ട് വന്നവരുടെ ആളെ പറ്റി, അതായത് സത്യയെ പറ്റി സംസാരിക്കണം, അതൊക്കെ തിരിച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ അവരുടെ ഒന്നും കോൺഫിഡൻസ് ലെവൽ തകർക്കാതെ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ അർണവിട്ട് വേണ്ടിയിട്ടുള്ള പണിക്കാണ് വന്നിരിക്കുന്നത്. അത് കഴിയുമ്പോൾ രവീന്ദ്രൻ ഇത് ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾ ഫൺ ചെയ്യാൻ ഞങ്ങൾക്കും അറിയാം, പക്ഷേ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബിഗ് ബോസ് എന്നൊരു ടാസ്ക്കാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇവർ പറയണം, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണം, ഞങ്ങൾ ചാലഞ്ചേഴ്സ് ആണ്, ഞങ്ങൾ ഇവരുമായിട്ട് ചാലഞ്ച് ചെയ്യാനാണ് വന്നത്, അല്ല ചുമ്മാ ഇരിക്കാനല്ല വന്നതെന്നൊക്കെ രവീന്ദ്രനും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രനും ദർശികയും കൂടെ സംസാരിക്കുകയാണ്. അതായത് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വിശാലിനെ തകർക്കുകയാണ്, കോൺഫിഡൻസ് ലെവൽ തകർക്കുകയാണ്, ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. രാവിലെയും വൈകിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കണ്ടസ്റ്റൻ്റ് എങ്ങനെയാണ് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാമല്ലോ, ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഹാർഷായിട്ട് തന്നെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോർ റൂമിൽ നിന്ന് ബെല്ലടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റയാനാണ് ഇപ്പോൾ തുറക്കുന്നത്. റയാൻ തുറക്കുമ്പോഴും ആനന്ദിയും രഞ്ജിത്തും ഇരിക്കുന്നു. അടുത്ത എൻട്രി എത്തിയിരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അവർ കോമൺ ആയിട്ട് തന്നെ വലിയ കാര്യങ്ങളായിട്ടൊന്നും എടുത്ത് കാണിക്കാനായിട്ടില്ല, എല്ലാവരോടും സംസാരിക്കുന്നതായിട്ടാണ്. പിന്നെ വിശാലും ദർശകയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അതായത് നീ ഒരു സ്പേസ് തരുമ്പോൾ, അതായത് എനിക്കിഷ്ടമെന്ന് ഞാൻ തുറന്ന് പറയുമ്പോൾ നീ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആക്ഷൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ എനിക്കൊരു ഹോപ്പ് തരുന്ന പോലെയായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഇല്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെയാണ് നിനക്ക് ഇനി ഒരു ഹോപ്പ് തരുന്നത്, ഇല്ലെങ്കിൽ എന്നോട് അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ നീ സ്റ്റോപ്പ് ചെയ്തില്ല, നീ ആക്ഷൻസ് നമ്മൾ വാക്കാൽ പറഞ്ഞു, പക്ഷെ ആക്ഷൻസ് അങ്ങനെയല്ല ായിരുന്നല്ലോ. അപ്പം അത് കാണുമ്പോൾ മേ ബി എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടുപേരും സംസാരിക്കുന്നത് ഏറ്റവും ശ്രമം ഇത് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം, ഒന്ന് മാത്രം ചെയ്ത അമ്മ തന്ന മോതിരം എനിക്ക് തിരിച്ചു തന്നേക്കാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വന്നിട്ട് അവർ മോതിരം കൊടുക്കുന്നതായിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് സാച്ചിനയുടെ ഇടയ്ക്ക് ദർശിക പറയുന്നത് നീ പ്ലേ ബോയ് എന്ന് പറഞ്ഞ ആ ബ്രാൻഡ് നെയിം അത് തെറ്റായി പോയെന്ന് പറഞ്ഞത് സച്ചിന് തുടങ്ങി അഭിനയം. അയ്യോ അണ്ണാ എനിക്ക് വെളിയിൽ പോകണണ്ണാ, എന്നെ തുറന്നു വിടുങ്ക, യാറാച്ചി എന്നെ വീട്ടിൽ വിടുങ്ക എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തോൽവിയാണ് ആ കുട്ടിയെന്ന് എനിക്കറിയത്തില്ല, അതിനെയൊക്കെ ആരെ പിടിച്ച് വീണ്ടും കൊണ്ടുവന്നിട്ടേന്ന് അറിയത്തില്ല. അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. എക്സ് കണ്ടസ്റ്റൻസ് എല്ലാം എൻട്രി ചെയ്യും. വെള്ളിയാഴ്ചയോടുകൂടി മേ ബി പോവാൻ ചാൻസ് കൂടുതലാണ്. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ നല്ല രസമല്ലേ. പക്ഷേ മിക്കവാറും ഈ ആഴ്ച അടി ഉണ്ടാവാനാണ് കൂടുതൽ ചാൻസ്. കാരണം അൻഷിത എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ബേസിൽ അർണവും അൻഷിതയും ഒക്കെ അടിയാകും, വിശാൽ അടിയാകും, ദർശിക ഇടപെടും, അതേപോലെ തന്നെ രവീന്ദ്രനുണ്ട് അവിടെ. ഭയങ്കര അടിയാവുന്ന എനിക്ക് തോന്നുന്നത്. എൻ്റർടൈൻമെൻറ്റിൽ കവിഞ്ഞ് ഈ ആഴ്ച ഭയങ്കര അടിവാരമായിട്ടാണ് എനിക്ക് മാറാൻ ചാൻസ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാം അങ്ങനെ 7 ദിവസത്തിൽ ഒരു ദിവസം പോയിരിക്കുകയാണ്. ഇനി 6 ദിവസം കൂടി ഉള്ളൂ നമ്മുടെ ഫിനാലേക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പം നാളെ പൊങ്കലാണ്. എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ കേട്ടോ. നമ്മൾ വിഷസ് പറയുന്നതിൽ എന്തിനാണ് നമ്മൾ മടിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. എല്ലാവരും സേഫായിട്ട് സെക്യൂർഡായിട്ടും പൊങ്കലൊക്കെ ആഘോഷിക്കുക. നാളെ പിന്നെ മകരവിളക്കും കൂടിയാണല്ലേ. അപ്പം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം.